യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവരവര് ചെയ്ത പാപത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ മതിയാവും. എന്ത് സ്വഭാവമാടേ സുന്ദരിക്ക്. പുറമേ കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നൊരു പെണ്ണാണെന്ന് നമുക്ക് തോന്നൂ. എന്നോട് പറയുന്നതൊക്കെ ഞാൻ മാഡത്തോട് വന്ന് പറയുമെന്ന് അവൾക്കറിയാം. എന്നിട്ട് ഇത് പറഞ്ഞെങ്കില് എന്താ അതിന്റെ അർത്ഥം? അതിനൊരു അർത്ഥമേ ഉള്ളൂ. അവൾക്ക് മാഡത്തിനെ തരുമ്പം പേടിയില്ല. മാത്രവുമല്ല, അവൾക്ക് ആരുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. മാഡത്തിനെ പോലെ നിലയ്ക്ക് നിർത്തുന്ന ഒരാള് അവൾക്ക് പിന്നിലുണ്ട്. ആ ധൈര്യത്തിലാ അവളെല്ലാം ചെയ്യുന്നത്. സത്യം പറയാലോ, അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അതിനെല്ലാം സപ്പോർട്ടായിട്ട് അവളുടെ കുടുംബം കൂടെ നിൽക്കും മാഡം. അതൊരു നിസ്സാര പിന്തുണയല്ലോ. അപ്പൊ ആരോടും എന്തും കാണിക്കാന്നുള്ള തോന്നല സുന്ദരിക്ക്. മാഡം ഒരു പാവമായിപ്പോയി. അതുകൊണ്ടാ അവള് മാഡത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പാവാണെന്ന് അർച്ചനയോട് ആരാ പറഞ്ഞത്? ഞാൻ പാവമൊന്നുമല്ല, ഒരു മണ്ടിയുമല്ല. എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടാനുള്ള ക്ഷമയും എനിക്കില്ല. അർച്ചന നോക്കിക്കോ, സുന്ദരി ചെയ്തതിന്റെയൊക്കെ ഫലം അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അർച്ചന ഒരു കാര്യം ചെയ്യും, ആ വോയിസ് എന്റെ നമ്പറിലേക്ക് ഒന്ന് അയക്കാം. ശരി മാഡം, അയച്ചേക്കാം. മാഡം, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നോട്ടെ? ഇടയ്ക്ക് വരണം. വരാം മാഡം. ആരുടെ ജീവിതം ശരിക്കും ആരാ തട്ടിപ്പറിച്ചെന്ന് നിനക്കറിയില്ല അർച്ചന. അവരവര് ചെയ്ത പാപത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ മതിയാവും. വേദന തോന്നുന്നുണ്ടോ മല്ലി? എന്താ വിന്നതേട്ടാ ഇത്? ചെറിയൊരു പോറലേ ഉള്ളൂ. ദേ, ഇനിയും വേദന ഉണ്ടോന്ന് ചോദിച്ചാ ഇതോടെ ഞാൻ പിളക്കിക്കളയും, പറഞ്ഞേക്കാം. അതെ ചേട്ടായി, ഭാര്യയ്ക്കൊരു പോറല് പറ്റിയെന്ന് കരുതി ഇത്രയ്ക്ക് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട കേട്ടോ. അത് തന്നെ ഞാനും പറഞ്ഞത്. സ്നേഹം ഇങ്ങനെ കൂടി വരുന്നത് കണ്ടിട്ടേ എന്നെ കളിയാക്കുവാണോ എന്നൊരു സംശയം. ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോണെന്ന് പറഞ്ഞോളാം. ശരി, ഇതാ കിടക്കുന്ന നിന്റെ കൈ, അത് നീ എന്നെ വെച്ചോ. പോതുഷ്ട. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാ. അതേത് കാര്യത്തില്? ഇന്ന് സുന്ദരിയെ കാണാനായിട്ടായിരിക്കണം അമ്പലത്തിൽ ഒരാൾ വന്നിരുന്നു. കേട്ടോ മാലിനി, ആളാരാണെന്നറിയോ? സുന്ദരിയുടെ കൂടെ വൈകയുടെ ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു അർച്ചനെ ഓർമ്മയുണ്ടോ? ഒരല്പം ചൊറിച്ചിലിന്റെ അസുഖമുള്ള ഒരാള്. ഈ പറഞ്ഞ അർച്ചനയല്ലേ സുന്ദരി ചേച്ചിയുടെ സ്ഥിരം വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന ആള്? അത് തന്നെ. അവൾ ഇന്ന് സുന്ദരിയുമായി അമ്പലത്തിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പെങ്ങളും ഈ പറഞ്ഞ അർച്ചനയും തമ്മില് ആരാരെ വൈകയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതില് ഒരു മത്സരമായിരുന്നു. ആ കോമ്പറ്റീഷനില് പെങ്ങള് ജയിച്ചു.
അർച്ചന ഔട്ടായി. അതിന് വിനിതയുടെ സന്തോഷിക്കുന്ന എന്തിനാണെന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ, അർച്ചന എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം വിഷവാ. അവള് പ്രയോജനപ്പെടും. എന്താന്ന് വെച്ചാൽ തുറന്നങ്ങ് പറ വിനിതേട്ടാ. വൈകിയുടെയും കാർത്തിക്കിന്റെയും വിഷയത്തില് ഇവിടെ എല്ലാവരുടെയും വായ സുന്ദരി പൂട്ടിക്കെട്ടി വെച്ചിരിക്കല്ലേ. ഒരാളെയും വാ തുറന്ന് ഒരു വാക്കും പറയാൻ സമ്മതിക്കില്ലല്ലോ. പക്ഷേ അർച്ചനയുടെ വാ തുന്നിക്കെട്ടാൻ നിനക്ക് പറ്റില്ല പെങ്ങളെ. ഇനി അർച്ചന നടത്താൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. അവള് ചെകഞ്ഞ് പോവും. ഒടുവില് അവൾ ആ സത്യം കണ്ടെത്തും. കാർത്തിക് സുന്ദരിയുടെ ഭർത്താവാണെന്ന സത്യം. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞ അർച്ചന അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സുന്ദരിക്ക്? അർച്ചന അറിയുന്നതിനേക്കാളും പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നതായിരിക്കും നല്ലത്. സുന്ദരി കാർത്തിക്കിന്റെ ഭാര്യയാണെന്ന്. ആരോട് പറഞ്ഞില്ലെങ്കിലും അർച്ചന പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് വൈകിയുടെ മുന്നിലായിരിക്കും. അവിടെ ചെന്ന് ഈ വിഷയം അതിഗംഭീരമായി അർച്ചന അങ്ങ് അവതരിപ്പിക്കും. അവിടെ തുടങ്ങും മോളെ അടുത്ത യുദ്ധം. എന്താ ചേട്ടാ ഇത്? ഇത്രയും വലിയൊരു പ്രശ്നത്തെയാണോ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞത്? അർച്ചന ഇത് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും അറിയോ? ഞാൻ പറയാൻ പാടില്ലെന്നല്ലേ സുന്ദരി പറയുന്നത്. മറ്റൊരാള് പറയുന്നതിൽ എനിക്ക് വിലക്കില്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും എന്റെ പെങ്ങള് വിജയിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇക്കാര്യത്തില് സുന്ദരി തോൽക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. ഇവിടെ സുന്ദരി തോറ്റ അർച്ചനയെ തടയാൻ പറ്റില്ല. അർച്ചന ഉറപ്പായും വൈകിയോട് പറയുകയും ചെയ്യും. അത് നടക്കണം പെങ്ങളെ. ചേട്ടായി ഇങ്ങനെ ആഗ്രഹിക്കുന്നതില് എനിക്ക് കുറ്റം പറയാനാവില്ല. കാരണം കാർത്തിക മൂലം എനിക്കുണ്ടായതിനേക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടായി, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. മുകളിലുള്ള ആളല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ സർവേശ്വരൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടായി, കാർത്തിക് വെറും വിഷമാണെങ്കിൽ അർച്ചന കാളകൂടെ വിഷമാ. കാർത്തിക് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരോട് ചതിവ് കാണിക്കുന്നത്. പക്ഷെ അർച്ചന അതല്ല, പ്രതികാരദാഹിയ. അവൾക്ക് ആരോടും യാതൊരുവിധ കടപ്പാടോ കൂറോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് എല്ലാം അറിയാം. ശരി ഏതാണോ അത് നടക്കും. ചില സമയങ്ങളില് തെറ്റ് സംഭവിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് ചിലതൊക്കെ ദൈവം ചെയ്യിക്കുകയും ചെയ്യും. ചേച്ചി എന്താ ഉദ്ദേശിച്ച്? അർച്ചന വഴി വൈഗ മേഡം സത്യം അറിയാതിരിക്കാൻ ഒരു ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ച ഞാനത് ചെയ്യുമെന്ന്. തൽക്കാലം അത്രയും അറിഞ്ഞാ മതി. താഴെ കാണാത്തപ്പോഴേ ഞാൻ കരുതി എന്തോ സങ്കടത്തിലിരിക്കുകയായിരിക്കുമെന്ന്. മുഖത്തെന്താ ഒരു വല്ലായ്മ? കാർത്തി, നീ ഒന്ന് ഇവിടെ ഇരുന്നേ. കാർത്തി, നിന്നോട് എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നിനക്കറിയോ? എന്തോ കുഴപ്പം പിടിച്ച കാര്യം പറയാനുള്ള പുറപ്പാടാണല്ലോ. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്നവനല്ലേ ഞാൻ. നിന്റെ സ്നേഹം സത്യമാണ് മോളെ.
അതിനപ്പുറം ഒന്നുമില്ല ഡിയർ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നിന്റെ സ്നേഹവും സത്യമായിരിക്കുമല്ലോ അല്ലേ?